കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കുണ്ടെന്നുള്ള ഒരു തെളിവ് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരാമോ? കിട്ടിയാ? ഇല്ല. ഇതാണ് പറയുന്നത്, എന്നെ വിശ്വസിക്കാൻ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള്. അനുമോളെ വെച്ച് കമ്പയർ ചെയ്യും. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് മസ്താനിയുടെ ഇത്ര പ്രശ്നം, എന്തിനാണ് ബിൻസി അത്ര പൊളിഞ്ഞതെന്നുള്ള കാര്യം. ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. പോണ്ടത് പുലിവാലാക്കിയത് നീയല്ലേ? വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ചാച്ചന്റെ ഓട്ടോ ഒരു പ്രശ്നമാണോ? ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 28-29 കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവരെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ. ഞാൻ ലാലേട്ടനോട് എനിക്ക് ക്രഷ് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജനയുടെ ഇന്റർവ്യൂല്. ലാലേട്ടനോട് അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ബിഗ് ബോസിൽ ആരോടാണ് ഏറ്റവും ഒരു പ്രണയം തോന്നിയെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ ലാലേട്ടനോടാണ് എന്റെ ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിലൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന് പോലും ആൾക്കാര് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനെ ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാമാണ് ചാച്ചനെ ചൊറിയുമ്പോഴാണ് ഞാൻ പൊളയുന്നത്. ഞാൻ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കുന്നൊക്കെ താനെന്നല്ല നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴിവേറ്റുന്നൊക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ? ചാച്ചനും അമ്മാവൻ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയാണ്. അയ്യോ, ഒരിക്കലുമല്ല. എന്റെ ചാച്ചൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള ഒരു ഓട്ടോ ഓടിക്കുന്ന മനുഷ്യൻ. അതിനൊന്നും ഇല്ലേ? ഒരുപാട് ജീവിതങ്ങൾ കണ്ണിൽ കാണുന്ന ആളാണ്. ഞങ്ങളെ നല്ല രീതിയിൽ ഫ്രീഡം തന്നാണ് ചാച്ചൻ വളർത്തിയിരിക്കുന്നത്. വളർത്തോഷം തീറ്റി പോരുന്ന തന്തേനെ ആദ്യം തരണം. അവര് വളർന്നു വന്നതും കണ്ടതുമായിട്ടുള്ള സാഹചര്യം അല്ലെ, അവര് ചെറുതിലെ ഉണ്ടായിരുന്ന പോലെ അല്ല. ഇപ്പൊ നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ലോക പരിചയമുണ്ട്, ലോക വിവരമുണ്ട്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാറെ പൊട്ടി. അതിന്റെ അകത്തൊരു പഴമുണ്ട്, അടുത്ത് വായിക്കുത്തി കേട്ടോണ്ട്. വിവരമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചു. ഇവരാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അപ്പൊ അതിന്റെ അഭിപ്രായം അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നു. ഇനി അതിന്റെ കയറി ചൊറിയാൻ തുടങ്ങുന്നു. നമ്മളെ ചൊറിയാമെന്നാ നമ്മൾ ചാച്ചൻ പറഞ്ഞല്ലോ ഭയങ്കര പുരോഗമനവാദിയാണ്, അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞു. മാങ്ങാത്തൊലിയല്ല, പുരോഗമനവാദം ചില സമയത്തൊക്കെ മാങ്ങാത്തൊലിയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പുരോഗമനവാദം ഒത്തിരി ആയാലും പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കറക്റ്റാണ്, കറക്റ്റാണല്ലേ? കറക്റ്റാ. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?